നിലമ്പൂരിന്റെ സ്വരാജ് വിജയിക്കുന്നത് കേരളത്തിനെ ആകമാനം സന്തോഷിപ്പിക്കും, എന്നെയും സന്തോഷിപ്പിക്കും. എനിക്കതിന് പ്രത്യേകം കാരണങ്ങളുണ്ട്. ഞാൻ 2002 മുതൽ 10 വർഷക്കാലം താമസിച്ച് പ്രവർത്തിച്ച സ്ഥലമാണ് നിലമ്പൂർ. എന്റെ വിദ്യാഭ്യാസപരമായ പ്രവർത്തനങ്ങൾ, വൈദികൻ എന്ന നിലയിൽ അടുത്ത ജില്ലകളിൽ തോറുമുള്ള പ്രവർത്തനങ്ങൾ, സാഹിത്യ സാംസ്കാരിക രംഗങ്ങളിലുള്ള പ്രവർത്തനങ്ങൾ, ഇവയെല്ലാം പ്രത്യേകമായി വളർത്തിയെടുത്ത ഒരു നാടാണത്. ഞാൻ എഴുതിയ ക്രൈസ്തവ ഭക്തിഗാനം ഒരു മാപ്പിളപ്പാട്ട് കലാകാരിയായ KS രഹന മഞ്ചേരിയിൽ വെച്ചിട്ടാണ് പാടുന്നത്. അഷ്റഫ് മഞ്ചേരിയായിരുന്നു സംഗീത സംവിധായകൻ. രാജു വടപുറം ഈണം പകർന്ന ഒട്ടേറെ ക്രിസ്തീയ ഗാനങ്ങൾ ചുങ്കത്തറ കൺവെൻഷനു വേണ്ടി ഞാൻ രചിക്കുകയുണ്ടായി. ആൻഡ്രൂസിച്ചന്റെ ഷഷ്ടിപൂർത്തിയുമായി ബന്ധപ്പെട്ട് അവതരിപ്പിച്ച പരിചമുട്ടുകളിയുടെ കൃതി എഴുതിയത് ഞാനായിരുന്നു. വഴിക്കടവ് പള്ളിയുടെ കൂദാശയോടനുബന്ധിച്ച് ഞാൻ ഗാനം എഴുതുകയുണ്ടായി. അങ്ങനെ എത്രയെത്ര പാട്ടുകൾ. അങ്ങനെയുള്ള കലാ സാഹിത്യ സാംസ്കാരിക പ്രവർത്തനങ്ങളിലൊക്കെ ഏർപ്പെട്ട് ജീവിച്ച ഒരു കാലത്താണ് ഞാൻ സ്വരാജിനെ ആദ്യമായി പരിചയപ്പെടുന്നത്. നിലമ്പൂരിലെ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ഷൊർണൂർ വരെയുള്ള ട്രെയിൻ കാത്തു നിൽക്കുന്നതായ ആ സമയത്ത് അന്ന് ആരംഭിച്ചതായ സൗഹൃദം ഇന്നും അണമുറിയാതെ തുടരുകയാണ്. സ്വരാജ് കേരളത്തിനാകമാനം വേണ്ടപ്പെട്ടയാളാണ്. ജാതിക്കും മതത്തിനും രാഷ്ട്രീയ ഭേദങ്ങൾക്കും അപ്പുറത്ത് സ്വരാജ് വിജയിക്കേണ്ടതുണ്ട്. നിലമ്പൂർ സ്വരാജിന് വോട്ട് നൽകി കേരളത്തിന്റെ മുഴുവൻ സമ്പത്തായ സ്വരാജിനെ മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടതുപോലെ നിയമസഭയിലേക്ക് അയക്കുമെന്നും നിലമ്പൂരിന്റെ വികസനത്തിന് അത് കാരണമാകുമെന്നും ഞാനും പ്രതീക്ഷിക്കുന്നു.